പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ചു കാലമായി ഹാഷ് വാല്യൂ എന്നൊരു വാക്ക് നമ്മുടെ പൊതുമാധ്യമങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഹാഷ് വാല്യൂ എന്ന വാക്ക് ചുറ്റിക്കറങ്ങി ഇപ്പോൾ അതീവ സങ്കീർണമായ ഒരു സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. ഹാഷ് വാല്യൂ നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത് എങ്ങോട്ടെല്ലാമോ ആണ്. ഹാഷ് വാല്യൂ എന്താണ്? അതിനെക്കുറിച്ച് നമ്മളിൽ ഒരുപാട് പേർക്ക് ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. ഹാഷ് വാല്യൂവിനെക്കുറിച്ച് നമുക്ക് ഒരു വിദഗ്ധനോട് തന്നെ ചോദിക്കാം. ബോംബെ IITയിൽ നിന്നും MTech കരസ്ഥമാക്കിയ ആളാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള വിദഗ്ധൻ. പക്ഷേ അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ വരില്ല. നമ്മുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയും. അപ്പോൾ സാർ, എന്താണ് ഈ ഹാഷ് വാല്യൂ? ഒരു ഫയലിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ആ ഫയലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് അവസാനം ഒരു സ്ട്രിങ് ആയിട്ട് മാറ്റും. അപ്പോൾ ഈ ഫയലിൽ മാറ്റം വന്നാൽ സ്ട്രിങ്ങിൻ്റെ വാല്യൂ മാറും. ഇതിനെയാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. ഫയലിനകത്തുള്ള എല്ലാ കണ്ടൻറ്റും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഹാഷ് വാല്യൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹാഷ് വാല്യൂ എങ്ങനെ ഇരിക്കും? അതൊരു നമ്പറാണോ അതോ എന്തെങ്കിലും ബാർകോഡാണോ? അല്ല, അത് നമ്പറാണ്. ഹെക്സാഡെസിമൽ ഡിജിറ്റ് ആയിട്ടാണ് വരുന്നത്. എന്ത് ഡിജിറ്റ്? ഹെക്സാഡെസിമൽ ഡിജിറ്റ് ആയിട്ട്. ഹെക്സാഡെസിമൽ. ഓക്കെ. എത്ര ഡിജിറ്റ് കാണും അത്? അത് ഡിപ്പെൻസ് ഓൺ ദി പല മെത്തേഡുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ വലിയ ഹാഷ് വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ. ഒരു ഹാഷ് വാല്യൂ ഒരു 10,000 എന്നൊക്കെ വരുമോ? എങ്ങനെയായിരുന്നു വരത്തില്ല. അത് 256, 128, 64 ബൈറ്റ് അങ്ങനെ ആയിരിക്കും വരുന്നത്. 256, 128 അങ്ങനെയൊക്കെയുള്ള ഓരോ വാല്യൂവാണ്. അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ അത്രയും ഡിജിറ്റുകളാണ് അതിനകത്ത് വരിക. അതെങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? മെത്തേഡാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ നമ്മൾ അയക്കുന്ന ഡോക്യുമെന്റിന്റെ അതിന്റെ KB ആണോ അതോ അതിന്റെ എത്ര ബൈറ്റ് ഉണ്ട് അതാണോ? അങ്ങനെയല്ല. അതിനകത്തുള്ള കണ്ടന്റ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കുഴച്ചെടുക്കുന്ന ഒരു അവസാനത്തെ ഒരു സ്ട്രിങ്ങാണത്. അതിനകത്ത് 256 അങ്ങനെയാണോ? അങ്ങനെയൊക്കെയാണോ വാല്യൂ വരുന്നത്? 3 ഡിജിറ്റ് ആണോ വരുന്നത്? 3 ഡിജിറ്റ് അല്ല, 256 ഡിജിറ്റ് ആയിരിക്കും. 256 ഡിജിറ്റ് ഉണ്ട് ഒരു ഹാഷ് വാല്യൂ. 128, 16, 32 അങ്ങനെ പല രീതിയിൽ വരും. അങ്ങനെ പല രീതിയിലുള്ള ഡിജിറ്റുകളാണ്. മെത്തേഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും. ശരി. അപ്പോൾ ഈ ഡിജിറ്റ് ഒരിക്കൽ നമ്മൾ അയച്ച ഫയൽ ആരെങ്കിലും തുറന്നു കഴിഞ്ഞാൽ ഈ ഡിജിറ്റ് മാറും. തുറന്നു കഴിഞ്ഞാലല്ല, ഫയലിൽ ഏതെങ്കിലും മാറ്റം വരുത്തിയാൽ ഈ ഡിജിറ്റ് മാറും. പിന്നീട് ആ ഫയൽ വെച്ചിട്ട് ആ ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ അത് മാറും. അത് ശരി. ഫയലിൽ മാറ്റം വരണം. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ഡിജിറ്റ് പിന്നെ വേറെ ഡിജിറ്റ് ആയിട്ട് വേറൊരു സ്ട്രിങ് ആയിട്ട് മാറും. ഓക്കെ. അത് മാറ്റം എന്ന് വെച്ചാൽ എന്ത് മാറ്റം ഉദ്ദേശിക്കുന്നത്? കണ്ടന്റിൽ വ്യത്യാസം വരിക. കണ്ടന്റിൽ എന്തെങ്കിലും എഴുതുക. കണ്ടന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫയലാണ്, അത് അയച്ചു തന്നു, നമ്മൾ അതിനകത്തൊരു വരി കൂട്ടിച്ചേർത്തു. ഒരു ലെറ്റർ മാറ്റിയിട്ട് വേറെ ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ മാറും. ഒരു A എന്ന് പറഞ്ഞ ലെറ്റർ മാറ്റി Z എന്ന് പറഞ്ഞ ലെറ്റർ, ഏത് ലെറ്റർ എന്ത് ചേഞ്ച് ചെയ്താലും അപ്പോൾ തന്നെ ഹാഷ് വാല്യൂ മാറും. സ്പേസ് എക്സ്ട്രാ ആഡ് ചെയ്താലും മാറും. ഒരു സ്പേസ് ആഡ് ചെയ്താൽ പോലും ഹാഷ് വാല്യൂ മാറും. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? ഈ അതിന്റെ സമയമൊക്കെ മാറിയതായി രേഖപ്പെടുത്തുമോ? സമയം മാറിയതായിട്ട് എവിടെയെങ്കിലും സമയം എഴുതിയിട്ടുണ്ടോ? സമയം മാറിയതായിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഹാഷ് വാല്യൂ മാറും. സപ്പോസ് ഇപ്പോൾ ഒരു ലെറ്റർ അല്ല, ഇപ്പോൾ ഉദാഹരണം പറയാൻ നമ്മുടെ ഇപ്പോഴത്തെ പ്രസക്ത വിഷയം നമ്മുടെ ഒരു വീഡിയോയിൽ വരുത്തിയ മാറ്റങ്ങളാണ്. അപ്പോൾ അന്നേരം എങ്ങനെയാണ് ഹാഷ് വാല്യൂ മാറുന്നത്? അതിനകത്ത് ഡിജിറ്റ്സ് ഒന്നും, ലെറ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ, ആൽഫബറ്റ്സ് ഒന്നും ഇല്ലല്ലോ. വീഡിയോ നമ്മൾ എഴുതി വെക്കുമല്ലോ, ഇന്ന വീഡിയോ ഇന്ന സമയത്ത് ഓപ്പൺ ചെയ്തു എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ടാവും. അതും കൂടെ ചേർത്താണ് ഹാഷ് എടുക്കുന്നത്. അത് ശരി. അപ്പോൾ വീണ്ടും അത് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് ചെയ്ത ടൈം മാറും. അതിനകത്ത് മാറിയ ടൈം കൂടെ ചേർത്ത് ഹാഷ് എടുക്കുമ്പോൾ വീണ്ടും മാറും. അത് ശരി. അപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് നമ്മൾ സമയവും തീയതിയെല്ലാം എഴുതി വെച്ചു. ഇനി വേറൊരാളത് ഓപ്പൺ ചെയ്താൽ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് സമയം എഴുതുന്നുണ്ട്. നമ്മൾ എഴുതണമെന്നില്ല. ഇല്ല, സിസ്റ്റം തന്നെ എഴുതും. ഓക്കെ. നമ്മൾ എഴുതാതെ സിസ്റ്റം തന്നെ ആ സമയമൊക്കെ രേഖപ്പെടുത്തും. അപ്പോൾ അത് പിന്നെ ഒരാൾ തുറന്നു കഴിഞ്ഞാൽ റീഡ് ചെയ്യുന്ന സമയം രേഖപ്പെടുത്തും. റീഡ് ചെയ്യുന്ന സമയം ആ സിസ്റ്റം സ്വയമേവ രേഖപ്പെടുത്തും. മോഡിഫൈ ചെയ്യുന്ന സമയം, ചേഞ്ച് ചെയ്യുന്ന സമയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡിംഗ് വോയിസിന്റെ പാർട്ടായിട്ട് നടക്കുന്നുണ്ട്. അത് രണ്ടാമത് ആ വീഡിയോ കണ്ട ആൾ എഴുതണമെന്നില്ല, അയാൾ അറിയണമെന്ന് പോലും ഇല്ല. അയാൾ അറിയത്തില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അയാൾ അറിയത്തില്ല. പല ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത്ര മണിക്ക് ഈ വീഡിയോ ഒരാൾ തുറന്നു നോക്കി, തുറന്ന സമയം ഇതാണെന്ന് മാറ്റി. ഓക്കെ. അല്ലെങ്കിൽ ഇത്ര മണിക്ക് ഈ ഫയൽ ഒരാൾ തുറന്നു നോക്കി എന്ന് വന്നു കഴിഞ്ഞാൽ ആ വിവരം അവിടെ രേഖപ്പെടുത്തും. ആ രേഖപ്പെടുത്തി കഴിയുമ്പോൾ ഹാഷ് വാല്യൂ മാറും. ആ ടൈം വേറെ ആയതുകൊണ്ട്, നേരത്തെ ഉള്ള സമയത്തിനെക്കാട്ടി വ്യത്യസ്തമായ സമയം ആയതുകൊണ്ട് ഹാഷ് വാല്യൂ എടുക്കുന്നത്. ഓക്കെ.
അപ്പോൾ നമുക്ക് ഈ രേഖപ്പെടുത്തിയ സമയവും തുറന്ന സമയമൊക്കെ ഇപ്പോൾ ഒരു വിദഗ്ധൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറഞ്ഞിട്ട് എഴുതി കാണിക്കില്ല, അത് എഴുതി കാണിക്കും. അത് എഴുതി ഹാഷ് വാല്യൂന്റെ കേസാണ്, ഹാഷ് വാല്യൂ മാറിയിരിക്കും. മാറി. ഹാഷ് വാല്യൂ മാറി നോക്കിയാൽ അത് ചേഞ്ച് ആയെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഹാഷ് വാല്യൂ മാറി, അത് എന്തുകൊണ്ട് മാറി എന്ന് അന്വേഷിക്കുമ്പോഴാണ് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ നോക്കിയപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഏത് ഡിവൈസിൽ നിന്നാണ് ഇത് തുറന്നതെന്ന് അറിയാൻ പറ്റും. ഈ ഫയൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതിയിരിക്കും, ചിലത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതും. ഓ ശരി. അപ്പോൾ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. ഈ ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഹാഷ് വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, സിസ്റ്റം ചെയ്യില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു വെക്കണം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്ത് ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് വെച്ചിട്ട് ഒരു ഫയലിന്റെ ഹാഷ് വാല്യൂ എടുക്കണം. ഓക്കെ ഓക്കെ. അത് നമ്മൾ ബോധപൂർവ്വം ചെയ്യണം. ഹാഷ് വാല്യൂ ഇങ്ങനെ ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ഫയലിന്റെ ഹാഷ് വാല്യൂ ഇന്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ഫയൽ ഇന്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഫയലിന്റെ ഹാഷ് വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം, ആദ്യം വെക്കണം, പിന്നെ അതുമായിട്ട് കമ്പയർ ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും ഇതിനകത്ത് ചേഞ്ച് വന്നിട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയണമെങ്കിൽ വീണ്ടും ഹാഷ് വാല്യൂ എടുത്ത് നോക്കണം. ഓക്കെ. പഴയത് തന്നെയാണോ എന്ന് നോക്കണം. ആദ്യം ക്രിയേറ്റ് ചെയ്ത ഹാഷ് വാല്യൂ തന്നെയാണോ എന്നറിയാൻ നമ്മൾ വീണ്ടും ഈ ഹാഷ് വാല്യൂ അതേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ട് എടുക്കണം. അതേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെന്നില്ല. ഓക്കെ. അതേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ രണ്ടാമത് ഹാഷ് വാല്യൂ എടുക്കുമ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിനകത്ത് എന്തോ ചേഞ്ച് വന്നു, ആരോ എന്തോ ചേഞ്ച് വരുത്തി. അതെ, ആ പഴയ ഫയൽ അനധികൃതമാണോന്നില്ല, അധികൃതമായിട്ട് മാറ്റിയാലും അത് വരും അല്ലേ. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാൾ ആ ഫയൽ തുറന്നു കഴിഞ്ഞാൽ ആ തുറന്ന സമയം, ഡേറ്റ്, അതൊക്കെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ അതിനകത്ത് എഴുതി വെക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ച് രേഖപ്പെടുത്തപ്പെടും. എത്രത്തോളം ഡീറ്റെയിൽ എഴുതുന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ചിരിക്കും. അപ്പോൾ അത് ഈ ഓപ്പറേറ്റ് തുറന്ന ആൾ അറിയണമെന്ന് പോലുമില്ല, അറിയാതെ തന്നെ രേഖപ്പെടുത്തും. അപ്പോൾ രണ്ടാമത് നമ്മൾ അത് അതിൻ്റെ ഇൻറ്റഗ്രിറ്റി, അതായത് ആ ഫയലിനകത്ത് ആരെങ്കിലും കൈ കടത്തിയിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ തുറന്ന് ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഈ ഹാഷ് വാല്യൂ, അത് ഇത്ര ഡിജിറ്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, 126, അങ്ങനെ പല ഡിജിറ്റുകളുണ്ട്. ആ ഡിജിറ്റുകളിൽ നിന്ന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഫയൽ ആരോ തുറന്നിട്ടുണ്ട്, ആരോ പരിശോധിച്ചിട്ടുണ്ട്. അത് അധികൃതമാകാം, അനധികൃതമാകാം. അപ്പോൾ എപ്പോൾ തുറന്നു എന്നുള്ള സമയം അതിനകത്ത് രേഖപ്പെടുത്തും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം രേഖപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഓഫീസ് ടൈമിന് ശേഷമാണോ അല്ലെങ്കിൽ രാത്രിയിലാണോ, ആ കറക്റ്റ് സമയം, ഡേറ്റ്, ആക്സസ് ടൈമും ഡേറ്റും ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹാഷ് വാല്യൂ വെച്ച് നമ്മൾ ഒരു രേഖ ആരെങ്കിലും തുറന്നിട്ടുണ്ടോ, അത് അധികൃതമാകാം അനധികൃതമാകാം, തുറന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരു സ്റ്റോറേജ് ഡിവൈസിന്റെ ടോട്ടൽ ഹാഷ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. ഓക്കെ ഓക്കെ. ഇതെല്ലാം അതിനകത്ത് വരും. സ്റ്റോറേജ് ഡിവൈസിനകത്തുള്ള എല്ലാ ബൈറ്റും ടോട്ടൽ തുറക്കുന്നിട്ട് അവസാനം വരെയുള്ള എല്ലാം എടുത്തിട്ട് നമ്മൾ ഹാഷ് വാല്യൂ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്ത് ചേഞ്ച് വന്നാലും, എവിടെ എന്ത് ചേഞ്ച് വന്നാലും അത് ഈ ഹാഷ് വാല്യൂ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഇത്രയും വിവരം പങ്കുവച്ചതിന് താങ്കൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കുന്നു. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.